മുനാഫിക്ക, കള്ള മുനാഫിക്കാൻ, വഹാബിയാണ്. ലീഗ് എന്ന സാധനം ആവശ്യമാണ് വിശ്വസിക്കുന്ന. പക്ഷേ വഹാബിസത്തെ സുന്നികളുടെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പണി നിർത്തിയിട്ടില്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കും. വളരെ ഈ കളിയൊക്കെ നിർത്തണം. നിങ്ങൾ മാനമര്യാദക്ക് ജീവിക്കണം. ഇതാണോ എന്റെ പണി? ഇതാണോ എന്റെ പണി? എന്നോടോ ഞങ്ങൾക്കുള്ള പണി? പറഞ്ഞ റേഷൻ കാർഡ് കിട്ടുന്നതിന് എന്റെ വാപ്പാന്റെ റേഷൻ കാർഡാണോ ഞാൻ ഉണ്ടാക്കിയത്? ഞാൻ ഇന്ത്യൻ സർക്കാരല്ലേ എനിക്ക് റേഷൻ കാർഡ് തന്ന്? ഇന്നത്തെ വഹാബിയത്തെ താലോലിക്കുന്ന ആ രീതി, വഹാബിയത്തെ താലോലിക്കുന്ന രീതി, അത് താലോലിച്ചാൽ മുസ്ലിമത്ത് തകരും. ചിന്തിക്കാൻ ഞാൻ അവസാനിപ്പിക്കാണ്. ഇവരെ യഥേഷ്ടം കയറൂരി വിടുക. എനിക്കവരോട് ഒരു വിരോധമല്ല. മഹല്ലുകൾ നശിപ്പിക്കുന്ന പണി നിർത്തിക്കോളി. ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ തങ്ങളാണ്, മൂത്താപ്പയാണെന്ന് ഞാൻ നോക്കൂല. ഇവിടെ മഹല് നശിക്കും. ഈ നിരക്കട് പോയാൽ മഹല് ഇപ്പൊ തന്നെ തല്ലു തുടങ്ങി. നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ താങ്കളെ ഞങ്ങൾ ആവൂല പാപ്പ ഇന്നത്തെ മൊയ്തീൻ ശേഖരൻ റഹ്മത്തുള്ളാഹി നിങ്ങൾ രോമത്തിലേക്ക് വില ഉണ്ടാവില്ല. നിങ്ങൾ ഈ മഹല് നശിപ്പിക്കാൻ നടക്കണം. നിങ്ങൾ പാവാണ്. നിങ്ങളെ പിന്നാലെ കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ട്. ഓരോ ലക്ഷ്യം വേറെയാണ്. എങ്ങനെയുടെ കോഴിക്കോട്ടെ മൊഹീദ്ദീൻ പള്ളി, വെട്ടാളപ്പള്ളിയുടെ ഈ മൊഹീദ്ദീൻ പള്ളിയിൽ നബിദിനെ നടത്തിയ എത്ര സംഭവമുണ്ട് എന്നത് സുജ്ഞാസാണ്. മനസ്സിലായോ? ഇന്ന് നിങ്ങൾ കുനൂത്തോതിയ പോലെ തല്ലു. എന്റെ സത്യല്ലേ? എന്തേ നമ്മളെ മുൻഗാമികളായ കുറച്ച് സാധുക്കളായ മനുഷ്യന്മാർക്ക് ഏറ്റുമായിനെ അറിയില്ല. തട്ടിയെടുത്തു. ആരാ തട്ടിയെടുക്കാൻ മുന്നിൽ നിന്നത്? ഈ കള്ളക്കാക്ക കെ മൗലവി. അപ്പൊ അതിന്റെ പേരെ കുട്ടികൾ ഇവരെ തട്ടിപ്പാക്കാണ്. നിങ്ങൾ പാവങ്ങളാണ്. പക്ഷെ നിങ്ങൾ പാവങ്ങളാന്ന് റഹ്മത്ത് നോക്കൂല. നിങ്ങൾ തങ്ങളല്ല, അതിന്റെ ഔലിയാണ്, കോജണി രോമത്തിനാണ് വില നോക്കൂല. കാരണം നിങ്ങളെ വെച്ചിട്ട് മറ്റൊരു പേര് തങ്ങളാണെങ്കിലും നിങ്ങളെ മകനെ അർക്കം വരുന്ന നേരത്തെ തങ്ങൾ പാപ്പല്ലേ, തങ്ങളെ കയ്യിലല്ലേ കത്തി നിറഞ്ഞിരിക്കണം. നിങ്ങൾക്ക് കൊടുക്കേണ്ടത് കണ്ടു കൊടുക്കൂലേ? പിന്നെ മാപ്പ് പറയും തങ്ങളെ അന്നത്തെ തല്ലി നിർബന്ധമായിട്ട് അവിടെ അടി നിർബന്ധമില്ലേ? ആ കത്തി നിങ്ങൾ കുട്ടിയെ മരിക്കൊല്ലൂലേ? നോക്കിക്കോ. സമുദായ ശരീരം കയറി മുറിക്കപ്പെടാനാണ് ചില ആളുകൾ പ്രത്യേകം നൈവ നിരപരാധികൾ. എന്താ കാരണം? ഇവർക്ക് ദുനിയാവ് എന്താന്ന് ആഖിറ എന്താന്ന് അറിയില്ല. ഇവർ വിചാരിച്ചവർക്ക് ആഖിറ, ഇവർക്ക് ചുക്കും അറിയില്ല, ഇവർക്ക് പഠിച്ചവനെ അറിയില്ല, തങ്ങളെന്നെ അള്ളാനെ അറിയില്ല, റസൂലിനെ അറിയില്ല, ദീനും അറിയില്ല. അതിന്റെ പേരിൽ പൈസ ഉണ്ടാക്കാൻ അറിയുള്ളൂ. മലബാറിലെ മഹല്ലുകൾ പൊളിയാൻ പോവാണ് ഈ നിരക്ക് കയറൂരി വിട്ടാൽ. അതൊക്കെ ഒറ്റക്കൊറ്റക്ക് പറഞ്ഞ മൂല്യന്മാരുണ്ട്. ഞാനൊരു ചോറ് നിന്ന് കയ്യങ്ങാൻ മൂല്യനോട് പറഞ്ഞു പ്രസംഗം അടിപൊളിയാ. ഇയാളെ അടിപൊളിയാകാനാ ഞാൻ പ്രസംഗിച്ച്. ഒരു മൂല്യര് ഞാനും എല്ലാവരും കൂടി ഉണ്ട്. എന്റെ നാട്ടിലൊരു കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് ഒരു മൂല്യര് അടിപൊളിയാ പ്രസംഗം, ആർക്കും പറയാൻ കഴിയാത്ത നിങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും പറയാൻ കഴിയാത്ത നിങ്ങൾക്ക് പറയരുത്. എന്തെങ്കിലും പറഞ്ഞു ഒന്നും എനിക്കൊന്നൊന്നുമില്ല, വിലയില്ല, വിലകെടില്ല. എനിക്ക് പ്രശ്നമില്ല. എനിക്ക് എന്റെ റബ്ബിലേക്ക് ഇന്ന് മരിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് MLA ആണ്ട, MP ആണ്ട, ഒന്നും ആണ്ട. എനിക്ക് എന്റെ റബ്ബ് സ്വീകരിക്കണം. ഈ ബാത്തിനെ കയറൂരി വിട്ട ഒറ്റക്ക് എന്നോട് എത്രയും മൂല്യമാര് പറയലുണ്ടല്ലോ. നല്ല പ്രസംഗം കേട്ടോ. അത് ഞാൻ പിന്നെയും കിട്ടും. നിങ്ങൾ പിന്നെ കേൾക്കാനാ ഞാൻ പ്രസംഗിച്ച്. നിങ്ങളത് പറയും. ഭക്തകൾ പറഞ്ഞ പ്രശ്നം തീരും. പക്ഷെ പറയാൻ പറയാനില്ല. എന്തേ? ത്യജിക്കണം. ആരും കൊടുക്കാതെ ജീവിക്കാൻ കഴിയണം. അതിനും അള്ളാഹു തൗഫീഖ് തരില്ല. എനിക്ക് ആരും തരില്ല. ജീവിക്കാൻ കഴിയും. ദീനാണ് അടിസ്ഥാനം. അള്ളാഹു നമ്മൾ അഭിമുഖീകരിക്കുക. ഈ ചിന്നാലിന്നെ തങ്ങളെ കയ്യെ മുത്തിയോ, ജിന്നാലിന്നെ തങ്ങളെ കാലിക്കൽ വീണോ, ഇതല്ല സിറാത്ത് പോൽ അള്ളാഹിനെ കോടതി ചോദിക്കുക. ഇത് ദീൻ എങ്ങനെയാണ്, ദീനിനെ നീ എങ്ങനെ കണക്കാക്കി, അതാ ചോദിക്കുക. അള്ളാഹു ആ ദിവസം നല്ല വാക്ക് പറയാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അത്രയേ ഉള്ളൂ. മറ്റൊക്കെ നല്ലതല്ലേ? നല്ലതാണെങ്കിൽ നല്ലതാണ്. തങ്ങളെ കാൽമൊക്കെ വീണിട്ട് കാലിൻ്റെ ചെരുപ്പ് എൻ്റെ നാവ് കൊണ്ട് നക്കി കൊടുത്തു, നല്ലതല്ലേ? ദീനുണ്ടെങ്കിൽ നല്ലതാണ്, ദീനില്ലെങ്കിൽ എന്താ അതിന് വില? ഒക്കെ നല്ല കാര്യം. ഇതിനൊന്നും ഇവിടെ ഒരു വിരോധമല്ല. അതൊന്നുമല്ല. തങ്ങളെ കാലുമത്തെ ഷൂജ് നാവുകൊണ്ട് പോളിഷ് ചെയ്ത് കൊടുത്തോളാം. ഇതിനൊന്നും വിരോധമല്ല. പക്ഷെ എന്ത് വേണം? ഇപ്പറഞ്ഞ തങ്ങൾക്കും നിനക്കും ദീന് വേണം. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അത് വേണം. ഒരു തറവാട്ടുകാരായാലും ഒരു തറവാട്ടുകാരാണ് എങ്ങനെയാണ് ഓരോ കുറ്റം പറയുമ്പോൾ അതൊക്കെ നിങ്ങളെ അടുക്കളയെക്കുറിച്ച് നിങ്ങളെ പെണ്ണുങ്ങളോട് പറഞ്ഞോളി, ആൺകുട്ടികളോട് പറയരുത്. നമ്മളെല്ലാവരും ബഹുമാനിക്കും. പക്ഷെ അബദ്ധം കാണിച്ചാലും പറഞ്ഞാലും മറുപടിയാണ് പറയും. അതിന് പിന്നെ നമ്മളെല്ലാതാക്കങ്ങൾ നോക്കിക്കോളി. അത് നിങ്ങളെ പണി, നമ്മളെ പണിയല്ല. നമ്മളെല്ലാതാക്കങ്ങൾ നോക്കുന്നു. നിങ്ങൾ നോക്കിക്കോളി. നമുക്കെന്താ വിഷയം? നമുക്കിവിടെ എന്താകണം, നമ്മളിവിടെ പിന്നെ ഉപ്പിലിട്ട് പാത്തക്കണം എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല.
നമ്മൾ മരിക്കാൻ വേണ്ടി ജീവിക്കണം, ഒരു പ്രശ്നമല്ല. മരിക്കാൻ വേണ്ടി ജീവിക്കണമെന്ന് എന്തട ചങ്ങായി പ്രശ്നം? പിന്നെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അഭിമാനം, ഒരു സ്വന്തം താല്പര്യവും അഭിമാനവും ഇല്ല. ഓനിപ്പം ഇനി കുറേ ആളുകൾ ചീത്ത പറഞ്ഞ അതിലിപ്പോൾ എന്ത് പ്രശ്നമുണ്ട്? നമുക്കൊരഭിമാനമില്ല. ഇല്ല ഇസ്സത്ത് റസൂലില്ല. അള്ളാഹ് റസൂലിൻ്റെ അഭിമാനം നമ്മളെ അഭിമാനം, അള്ളാഹ് റസൂലിൻ്റെ അല്പത്തരം നമ്മളെ അല്പത്തരം. ആ റസൂലുള്ളാഹിക്ക് വേണ്ടി മരിക്കുകയാണെങ്കിൽ അതേ നമ്മളെ സന്തോഷം. ആ റസൂലുള്ളാഹിൻ്റെ ദീൻ നിലനിർത്തുമ്പോൾ നമ്മൾ ഒരാളെ ആക്ഷേപിക്കുകയാണ്, അതേ നമ്മളെ സന്തോഷം. എന്ത് പ്രശ്നം? ഈ ദുനിയാവിൽ ഒരാളെയും പറയാത്ത അങ്ങനത്തെ ചീത്തകൾ ഈ അടുത്ത ദിവസം വരെ ചിലർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് വിഷയമില്ല. അങ്ങനെ മെസ്സേജ് അയക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? അവരെ പേര് വെക്കരുത്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് പിന്നീട് നിങ്ങളെ കാണുമ്പോൾ ഒരു വിഷമം തോന്നരുത്. അത് നിങ്ങളെ അങ്ങനെ എനിക്ക് എതിരെ ചീത്ത ഈ ദുനിയാവിലൊരു മനുഷ്യൻ കണ്ടാലും കേട്ടാലും അറപ്പുള്ള ചീത്തകൾ ഈ അടുത്ത ദിവസം എൻ്റെ മെസ്സേജിൽ അയച്ചിട്ടുണ്ട്. പക്ഷെ ദയവായി നിങ്ങളെ പേരയക്കരുത്. അപ്പം എന്താ എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചെങ്കിൽ പിന്നെ ഒരു ഫോർവേഡ് മെസ്സേജ് അയക്കണം. നിങ്ങളെ മൊബൈലിൽ നിന്ന് നേരെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നിങ്ങളെ പിടുത്തം കിട്ടും. ആദ്യം നിങ്ങളെ പെണ്ണുങ്ങളെ ഫോണിലേക്കൊന്ന് ചെയ്യുക, എന്നിട്ട് ഓളെ ഫോണിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാക്കാൻ്റെ മുത്താപ്പാൻ്റെ മകൻ്റെ ഇങ്ങോട്ട് അയച്ചാൽ അപ്പം എനിക്കൊരു സന്തോഷമായി. അൽഹംദുലില്ലാ. അത് ഫോർവേഡ് മെസ്സേജാണ്. അപ്പം നിങ്ങളതല്ല, അപ്പം പ്രശ്നമില്ല. നമുക്ക് ഇതിൻ്റെ അപ്പുറമൊക്കെ ഇതിന് വരും നമ്മൾ ഉറപ്പിച്ച് കാണാണല്ലോ ഇതിന് ഇറങ്ങിയത്. അല്ലെങ്കിൽ എന്താ വേദന എനിക്ക് ഹബീബ റസൂൽ ഒരാൾ പേര് വെച്ച് അയാളോട് എനിക്ക് ദേഷ്യം തോന്നും. അത് വേണ്ട. നമ്മളൊക്കെ സിറാത്ത് പാലത്തിൽ ഒന്നിച്ച് രക്ഷപ്പെടേണ്ടവരും സ്വർഗത്തിൻ്റെ വാതിൽക്ക് ഒന്നിച്ച് കാണേണ്ടവരുമല്ലേ. അപ്പം നമ്മൾ തമ്മിൽ തെറ്റി കാണണ്ട. നമ്മൾ സ്വർഗത്തിലേക്കാണ് പോണ സമയത്തും ഇവനാണ് അന്ന് ആ മെസ്സേജ് അയച്ചതെന്ന് നമുക്ക് തോന്നും. അന്ന് വേണ്ട. നിങ്ങൾ എന്ത് ചീത്ത അയച്ചോളൂ, എന്ത് ചീത്തയും കേൾക്കാൻ പറ്റിയ കോലത്തിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു പോയി. അതൊന്നും എനിക്ക് വിഷയമല്ല. ദീനാണ് പറഞ്ഞത്. പക്ഷെ പുറകോട്ട് പോകും നിങ്ങൾ വിചാരിക്കും വേണ്ട. ഒരിക്കലും പുറകോട്ട് പോകില്ല. ദീനാണ്. നീ എന്തും നമ്മൾ സഹിക്കുക, ദീനാകണം. അള്ളാഹു നമ്മളെ അപ്പം ഇതെന്തുകൊണ്ട് ജീവിതകാലത്ത് ആ ചെരുപ്പ് എടുക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല. നമ്മൾ വഫാത്തിന് ശേഷമെങ്കിലും ആ ചെരുപ്പ് നമുക്ക് എടുക്കാം. ഇതൊക്കെ റസൂലുള്ളാഹിക്ക് ചെരുപ്പ് എടുക്കില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ അത്രേ ആഗ്രഹമുള്ളൂ. ഒന്നും വിചാരിക്കണ്ട. ഇതൊന്നൊരു പിരാന്ത് പറയല്ല. നിങ്ങൾക്കൊരു പിരാന്താണ്, ഒരിക്കലും പിരാന്തല്ല. ഇത് അവസാനിപ്പിക്കുന്ന വിഷയവും ഇല്ല. ദീനാണ് അടിസ്ഥാനം. അള്ളാഹു നമ്മൾ അഭിമുഖീകരിക്കുക. ഈ ചിന്നാലിന്നെ തങ്ങളെ കയ്യെ മുത്തിയോ, ചിന്നാലിന്നെ തങ്ങളെ കാലിക്കൽ വീണോ, ഇതല്ല സിറാത്ത് പാൽ. അള്ളാഹിനെ കോടതി ചോദിക്കുക, ഈ ദീൻ എങ്ങനെയാണ്, ദീനിനെ നീ എങ്ങനെ കണക്കാക്കി, അതാ ചോദിക്കുക. അള്ളാഹു ആ ദിവസം നല്ല വാക്ക് പറയാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അത്രയേ ഉള്ളൂ. മറ്റൊക്കെ നല്ലതല്ലേ? ആ നല്ലതാണെങ്കിൽ നല്ലതാണ്. തങ്ങളെ കാൽമക്ക് വീണിട്ട് കാലിൻ്റെ ചെരുപ്പ് എൻ്റെ നാവ് കൊണ്ട് നക്കി കൊടുത്തു, നല്ലതല്ലേ? ദീനുണ്ടെങ്കിൽ നല്ലതാണ്. ദീനില്ലെങ്കിൽ എന്താ അതിന് വില? ഒക്കെ നല്ല കാര്യം. ഇതിനൊന്നും ഇവിടെ ഒരു വിരോധമല്ല. അതൊന്നുമല്ല. തങ്ങളെ കാലുമത്തെ ഷൂജ് നാവ് കൊണ്ട് പോളിഷ് ചെയ്ത് കൊടുത്തറ, ഇതൊന്നും വിരോധമല്ല. പക്ഷെ എന്ത് വേണം? ഇപ്പറഞ്ഞ തങ്ങൾക്കും നിനക്കും ദീന് വേണം. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അത് വേണം. ഇല്ലെങ്കിൽ അതിനൊന്നും യുദ്ധവില്ല. ലീഗിന്റെ കോണി സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നും പറയുന്നുണ്ട്. അത് ബാപ്പക്കനെ പൂക്കോന്റെ ലീഗാണ്. ഇന്നത്തെ വഹാബിയത്തെ താലോലിക്കുന്ന ആ രീതി, വഹാബിയത്തെ താലോലിക്കുന്ന രീതി, അത് താലോലിച്ചാൽ മുസ്ലിമത്ത് തകരും. മൂടന്മാരായ മൂടന്മാരായ തലയിൽ ആൾതാമസമില്ലാത്ത സുന്നികൾ വിചാരിക്കുക നമ്മളെ MLA MP ഒക്കെ സുന്നിയാണ്. അയ്യേ എന്റെ ചുണ്ണികളെ, നിങ്ങളെത്ര വലിപ്പുണ്ടല്ലോ. ചിന്തിക്കാൻ ഞാൻ അവസാനിപ്പിക്കാണ്. ഇവരെ യഥേഷ്ടം കയറൂരി വിടുക. എനിക്കവരോട് ഒരു വിരോധമല്ല. ലീഗിനോട്, ലീഗ് ഈ രാജ്യത്ത് വേണമെന്ന് ആരെക്കാൾ കുതിരശക്തിയിൽ വാദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വഹാബിയത്ത് പ്രചരിപ്പിക്കാനാണ് ഇന്ന് ലീഗ് പലപ്പോഴും പണിയെടുക്കുന്നത്. അത് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ നാവ് കൊണ്ട് നിങ്ങളെ പണി ഞാൻ തീർക്കും. അതേ സമയത്ത് ഇവിടെ ആവശ്യമുള്ള സാധനമാണത്. അതിന്റെ പണി അതെടുക്കണം, ഇതിന്റെ പണി ഇതെടുക്കണം. മോലിയരെ പണി മോലിയരെടുക്കണം. വഹാബിയുടെ പണി വഹാബി എടുക്കുന്നുണ്ട്. മുസ്ലിയാരെ പണി മുസ്ലിയാരെ എടുക്കണം. ലീഗിന്റെ പണി ലീഗ് എടുക്കണം. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സാധനത്തിന്റെ ചെലവിലും ഒത്താശയിലും മാത്രമാണ്
കേരളത്തിൽ വഹാബിസം പ്രചരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. യാതൊരു സംശയവുമില്ല. ആർക്കും ഇതിലൊന്നും കൈ കഴുകാനും കഴിയില്ല. ഒരു നിലക്ക് വഹാബിസത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും പറയാവുന്നതാണ്. അതേ സമയത്ത് അതുണ്ടാക്കിയത് വഹാബികളാണെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ വഹാബിസം എന്ന സാധനത്തെ കൊണ്ടുവന്നത്, അത് പ്രചരിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് ഞാൻ നിങ്ങൾ ചരിത്രം ഉദ്ധരിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തും. ഒരാൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. അത്രയും വലിയ സത്യങ്ങൾ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇന്നും തന്നെ ഈ രാഷ്ട്രീയത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന്റെ പിന്നിൽ നിന്ന് മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയത്തിന് സൗകര്യമില്ലെങ്കിലും ഒരു അടിയന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആദ്യത്തെ സംഘടന ഉണ്ടാക്കിയത് ആരാ? വഹാബി. നിർബന്ധാവസ്ഥയിലാണ് സുന്നികൾ മതസംഘടന ഉണ്ടാക്കേണ്ടി വന്നത്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മതസംഘടന 1912 നവംബർ 18 ഡോക്ടർ ഹൈദർ നാഷിമിന്റെ നേതൃത്വത്തിൽ വഹാബികൾ ഉണ്ടാക്കിയ മുഹമ്മദിയ എന്ന സംഘടനയാണ്. അതിനു മുമ്പ് ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് മതസംഘടന ഇല്ല. ഞാൻ അവസാനിപ്പിക്കാണ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി. അല്ലാഹു വഹബനി റബ്ബി, ഈ താരീഖ് പഠിക്കാൻ അല്ലാഹു എനിക്ക് നൽകിയ തൗഫീഖാണ്. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ അള്ളാഹിന്റെ കോടതിയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകും. ഞങ്ങളെ ആരും പേടിക്കാതെ പറഞ്ഞത് സിറാത്ത് പാലത്തിൽ ഉണ്ടാവുക ഏതെങ്കിലും മൂല്യരാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. അവിടെ മുസ്തഫ നബിന്റെ സഹായം ഉണ്ടാവും. ഞാൻ അള്ളാഹിന്റെ ഹബീബിന്റെ ദീനിന് വേണ്ടി അത് ചെയ്തത്. നിങ്ങളെ ഞാൻ പേടിക്കണമില്ല. നിങ്ങളോടൊക്കെ പെരിയ വന്ന് സമ്മതം ചോദിച്ചിട്ട് ഇങ്ങനത്തെ പ്രസംഗം നടക്കാൻ കഴിയൂല. അതുകൊണ്ട് ആരോടും ഞാൻ സമ്മതം ചോദിച്ചിട്ടില്ല. പറയേണ്ടവരോട് രഹസ്യമായി പറഞ്ഞിട്ടുണ്ട്. അവന് സമ്മതമുണ്ട്. അത് സാലിഹ്യങ്ങളാണ്, ഒരു സുന്നികളാണ്. ഇത്രേ ആവശ്യമുള്ളൂ. അതൊക്കെ ഭംഗ്യന്തരാണ്. നീ സമ്മതം ചോദിച്ചാലും ഭംഗ്യന്തരാണ്. രണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ വേണമെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട്? കൊല്ലങ്ങൾ അനവധി ഞാൻ പഠിച്ചൊരു വിവരത്. ഈ വിവരം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ വെളിച്ചം കാണൂല. എനിക്ക് സമാനം വേറൊരാൾ ഇത് പറഞ്ഞതായി ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാനിത് പറയില്ല. ഒരു നിർബന്ധ ബാധ്യത പോലെ, നീർച്ച പോലെ ചെയ്തൊരു അമലാണ്. അതിനെല്ലാ സൗകര്യവും എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്നു. അള്ളാഹുവിന്റെ മലക്കുകളും ഭൂമിയിലെ സ്വാലിഹ്യങ്ങളും ദുആ ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇതെല്ലാവരും രക്ഷയിക്കില്ല. അതിനുശേഷം നിങ്ങൾ വഹാബിയത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ പണി നിർത്തിയിട്ട് നിങ്ങൾ സുന്നികൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട. വഹാബികളെ പ്രൊമോട്ട് ചെയ്താൽ മതി, ചെയ്യാതിരുന്നാൽ മതി. അവർ മുസ്ലിം ഉമ്മത്തിനെ ദ്രോഹിച്ചവരാണ്. അവർ കുലദ്രോഹികളാണ്. അവർ കുലദ്രോഹികളാണടാ MLA, അവർ കുലദ്രോഹികളാണടാ MP. രാജ്യത്തിന് ഒരു ഭീഷണിയാ സലഫികൾ. അവരാരാ? ടെററിസ്റ്റുകൾ. വഹാബികൾ അവരാരാ? ടെററിസ്റ്റുകൾ. മുഹമ്മദ് അബ്ദുൽ വഹാബായ തെമ്മാടിയായ ക്രൂരനായ കള്ളനായ ടെററിസ്റ്റ് അല്ലതാരാ? പഠിക്കണ ചരിത്രം. അതുകൊണ്ട് ഇനിയും നിങ്ങൾ വഹാബിയത്തിന് നെഞ്ചേറ്റിയാണ് സലഫി കുട്ടികളെ നടക്കുന്നെങ്കിൽ നമുക്ക് അള്ളാന്റെ കോടതിയിൽ കാണാം. എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ എന്റെ കൂട്ടത്തിലെ ചില മൗലാനമാരെ കൈകാര്യം ചെയ്യാനുണ്ട്. അത് ഇൻഷാ അള്ളാഹ് അപ്പാണ് ഞാൻ ഭൂമിനെ ചെയ്യും. നിങ്ങളെ പണി നമുക്ക് പരലോകത്ത് നിന്ന് കാണാം. മൗലാനമാരെ ഞാൻ കൈകാര്യം ചെയ്യും ഇൻഷാ അള്ളാഹ്. എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, മൈക്കന്റെ മുന്നിൽ നിന്ന് പിന്നെ ഒരാൾ പോയി ഉണ്ടാവില്ല. അത് ഞാൻ എല്ലാവരും ഉസ്താദ് എന്നൊക്കെ പറയും. മൈക്കന്റെ മുന്നിൽ ഉസ്താദ് ഉണ്ടാവില്ല. വിഷയമുണ്ടോ? എന്റെ റബ്ബി എനിക്ക് തന്നെ ഒരു മൗഹിബത്താണ്. തെറ്റെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഈ 24 പ്രസംഗം വഹാബിസത്തിന്റെ മിലിറ്റൻസിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വഹാബിസം തകർത്ത ഖിലാഫത്തിനെ പറ്റി 21 പ്രസംഗമായി. ഇനി കുറച്ച് പ്രസംഗം വേറെയും വരുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. ഒരു തെറ്റുണ്ടെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ചൂണ്ടിക്കാണിച്ചാൽ തെറ്റ് ഞാൻ തിരുത്തും. ഒരു തെറ്റ് ബഹുമാനപ്പെട്ട സമസ്തക്ക് ഈ പറഞ്ഞ ചരിത്രത്തിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സമസ്തയുടെ ഉലമാക്കളിൽ അഹ്ലുസ് സുന്നയെ നെഞ്ചോട് ചേർത്തിയ സയ്യിദുമാർ ഉലമാക്കളും ഇന്നും സമസ്തയിലുണ്ട്. അവർ ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ ഞാൻ തിരുത്തും. തിരുത്തേണ്ടി വരില്ല. ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കയറിയാലും ഈ പറഞ്ഞ താരീഖ് തിരിച്ചേണ്ടി വരില്ല. അത്രയും ബലപ്പെട്ട കണ്ടന്റ് എന്റെ കയ്യിലുണ്ട്. റബ്ബന